പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി പറഞ്ഞേട്ടെ. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് ബിരിയാണി മസാല ഇട്ടിട്ട് അതിലേക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അത് കുറച്ച് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ നല്ലോണം സോട്ടേ ചെയ്തിട്ട് ഉള്ളി ഒന്ന് ബ്രൗണിഷ് കളറിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇടുക. ഇതിന് അടിച്ച് വേണമെങ്കിലും ഇടാം, നിങ്ങൾക്ക് തക്കാളി മുഴുവനായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ. പിന്നെ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് വെറുതെ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വേറെ ഒരു മസാല നമ്മൾ ഇപ്പോൾ ചേർക്കുന്നില്ല. ഇതിനുള്ള മസാല പ്രിപ്പറേഷൻ നമ്മൾ സെപ്പറേറ്റ്ലി ചെയ്യാൻ പോവാണ്. ഒരു ബൗളിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, നല്ലോണം തണ്ടൊക്കെ എടുത്തങ്ങ് ഇടുക. ചിലർക്ക് തണ്ടിടുന്നത് ഇഷ്ടമാണെങ്കിൽ അതിട്ടും കൂടി അടിക്കാം കേട്ടോ, അതിനും നല്ല ഫ്ലേവറാണ്. എൻ്റെ കൊച്ചിനും കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് തണ്ടൊക്കെ റിമൂവ് ചെയ്ത് കേട്ടോ. അതിലേക്ക് നമ്മളൊരു 5-6 ഗാർലിക് ക്ലവ്സ്, 1 സ്പൂൺ പെപ്പർകോൺസ് ആൻഡ് 1 സ്പൂൺ ഫെനൽ സീഡ്സ് ഇട്ടിട്ട് അതിനെ നല്ലോണം അടിച്ചെടുക്കുക. ഈ അടിച്ചെടുത്ത മിക്സ്ചറിനെ നമ്മൾ തക്കാളി ഉള്ളി വഴണ്ടതിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യാം. ഈ ബ്രൈറ്റ് ഗ്രീൻ കളറൊക്കെ മാറി ഒന്ന് ബ്രൗണിഷ് ഗ്രീനിലേക്ക് ഇത് മാറുമ്പോഴത്തേക്കും മസാല നല്ലോണം കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. എന്നിട്ട് ആ സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കലക്കി അതിനെ തിളപ്പിക്കാൻ വിടുക. ഈ തിളച്ച് വന്നതിന് ശേഷം ഈ മിക്സറിനെ നമുക്ക് ഇതിലേക്ക് മട്ടനോ ചിക്കനോ മുട്ടയോ എന്ത് വേണമെങ്കിലും ഇട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതൊന്ന് നല്ല തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മല്ലിയില ഇട്ട് അതിനെ ഇറക്കിയെടുക്കുക. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എല്ലാം ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. ഇതിലൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ മസാല നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് വെച്ച് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ബിസി ആയിരിക്കുന്ന ദിവസം ഇത് നല്ലോണം ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയണം. പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.